എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നോട്ട് പണിഷിങ് ദോസ് ഡിസേർവിങ് ടു ബി പണിഷ്ഡ് ഇസ് ബീങ് അൺജസ്റ്റ്. വേറൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ശിക്ഷ അർഹിക്കുന്ന ആളുകളെ ശിക്ഷിക്കാതിരിക്കുന്നതും അത് സമയത്തിന് ശിക്ഷിക്കാതിരിക്കുന്നതും ഒരു തെറ്റാണ് എന്നുള്ളൊരു പോയിന്റാണ്. വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഒരാളൊരു തെറ്റ് ചെയ്തു, അയാളെ സമയത്തിന് ഒരു ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും ശിക്ഷ കൊടുക്കുക എന്നുള്ളത് അയാൾ ചെയ്തതിന് വേണ്ടിയിട്ട് അയാൾക്ക് അത് തിരിച്ചറിയാനായിട്ടൊരു ശിക്ഷ കൊടുക്കുക എന്നുള്ളത് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അയാളോട് സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ അയാളെ ഭയന്നിട്ടോ എന്താണെങ്കിലും നമ്മൾ ആ ശിക്ഷ നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും തെറ്റുകാരാണ്. അയാളെ പോലെ തന്നെ ഒരു തെറ്റുകാരനാണ് നമ്മൾ. ഈ സംഭവം ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വ്യക്തി ചെയ്തതായിരിക്കാം, നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ ചെയ്തതായിരിക്കാം. ഉദാഹരണത്തിന് നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു. അപ്പോൾ കുട്ടിയോടുള്ള ആ സ്നേഹം കൊണ്ടിട്ട് കുട്ടിയെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളാണ് അവിടെ തെറ്റുകാർ. ഒരു നല്ല ഒരു രക്ഷിതാവ് എന്നുള്ള രീതിയിൽ നമ്മുടെ അവിടെ ശരിക്കും പറഞ്ഞാൽ തോറ്റുപോവാണ്. അതേപോലെ തന്നെ ഒരു അച്ഛനോ അല്ല അമ്മയെ പോലെ തന്നെയാണ് ഒരു നേതാവും. കൂട്ടത്തിലുള്ള ആ സമൂഹത്തിലുള്ള ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നേരിട്ട് ഒരുപക്ഷെ നമുക്ക് ശിക്ഷിക്കാനുള്ള അർഹത ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അയാൾ ചെയ്യുന്ന ആ തെറ്റിന്റെ ആ ഒരു വ്യാപ്തി അനുസരിച്ചിരിക്കും. എന്തുതന്നെയാണെങ്കിലും അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക, അയാൾക്ക് വേണ്ട ശിക്ഷ എന്താണെങ്കിലും അത് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടെയാണ്. കാരണം അങ്ങനെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും അത് തിരിച്ചറിയാതെ, ആ തെറ്റ് തിരിച്ചറിയാതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകളായിരിക്കും മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ശിക്ഷിക്കേണ്ട ആളെ ആ ശിക്ഷ അനുസരിച്ച്, അതിന് ശിക്ഷയ്ക്ക് അളവുമുണ്ട്. അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നിയമപുസ്തകങ്ങളിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് തീർച്ചയായിട്ടും വേണം. അപ്പോൾ നമ്മുടെ ചുറ്റും നമുക്ക് അറിയാം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് തെറ്റുകൾ നടക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ഇതിനകത്ത് ഇടപെട്ടിട്ട് എന്ത് ചെയ്യാനാണ്, നമ്മളൊരാൾ വിചാരിച്ചാൽ ഈ സമൂഹം നന്നാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത. അതുമല്ലെന്നുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്ത ആളെ ഒരുപക്ഷെ നമുക്ക് പേടിയായിരിക്കാം. അപ്പം അവരോട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ നാളൊരു കാലത്ത് പ്രതികാരം ചെയ്യുമോ എന്നുള്ള ചിന്ത. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടിട്ടാണ് നമ്മൾ ശരിക്കും ഇതിലൊന്നും ഇടപെടാതിരിക്കുന്നത്. പക്ഷേ ഈ സമൂഹം നന്നാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും തീർച്ചയായിട്ടും വിചാരിച്ചാലേ പറ്റൂ. അപ്പോൾ എവിടെയെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി, എവിടുന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്നുള്ളത് മനസ്സിലാക്കി ആ ഉത്ഭവ സ്ഥാനം അല്ലെങ്കിൽ ആ വ്യക്തി ആരാണോ അവരെ കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കുക. അപ്പോൾ ഈ രീതിയിൽ സമൂഹത്തിൽ നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.